ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ചിക്കൻ കറി റെഡിയാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നല്ല സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 10 ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 വറ്റൽമുളക് കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കണം. അപ്പോൾ നമുക്ക് ഇത് അടിച്ചെടുക്കാൻ മുമ്പ് ഒരു 2 മീഡിയം സൈസ് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 2 സവാളയും കൂടി ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 സ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/2 kg ചിക്കൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ കിടന്ന് ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ആയിട്ട് വരണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി കാഷ്യൂ ഒക്കെ അരച്ചില്ലേ, ആ ഒരു പേസ്റ്റും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ഒരു വീഡിയോ എങ്ങനെയും സ്കിപ്പായിപ്പോയി. ഇപ്പോൾ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.